അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളുകളായിട്ട് ഞങ്ങളുടെ ഫാമിലി കാത്തിരുന്ന ഒരു ട്രിപ്പാണ്. അതായത് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ നാട്ടിലുള്ളതും ചെറുപ്പം മുതൽക്ക് കളിച്ച് വളർന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൻ്റെ BG കമ്പനിയുടെ ട്രിപ്പാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റിലാണ്. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണിയാകുമ്പോൾ വയനാട് വ്യൂ പോയിൻ്റാണ് ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഈ ടീമിൽ കുറച്ച് പേരൊക്കെ പുറത്താണ്, അതായത് അബ്രോഡാണ്. അതുകൊണ്ട് ആ ഫാമിലീസിനൊന്നും നമ്മുടെ കൂടെ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് ഫാമിലീസിൽ അസുഖങ്ങൾ കാരണം വരാൻ പറ്റാത്തതും ആയിട്ടുണ്ട്. എന്നാലും ഏകദേശം ഒരു 14 പേരുടെ ഫാമിലിയാണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിന് പോകുന്നത്. അടുത്ത തവണ എല്ലാവരും കൂട്ടിയിട്ട് ഫുൾ ടീമായിട്ട് പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ എല്ലാ ഫാമിലീസും അങ്ങോട്ട് എത്തി തുടങ്ങി. ബസ്സിൽ കയറി എല്ലാവരും സന്തോഷത്തോടെ രാവിലെ തന്നെ എല്ലാവരും അടിപൊളി വൈബിലായി. അപ്പോഴാണ് ഇടിവെട്ടി പോലെ ഒരു വാർത്ത കേട്ടത്, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ബാറ്ററി ഡൗൺ ആയിപ്പോയി. പിന്നെ അവസാനം മുണ്ടലായി, തള്ളലായി, ആലോചനകളായി. അവസാനം ബാറ്ററി ഷോപ്പിലെ ആളെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച് ഷോപ്പ് തുറപ്പിച്ച് ബാറ്ററി എടുത്ത് ബസ്സിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് വണ്ടി ഞങ്ങൾ സ്റ്റാർട്ടാക്കി. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ 7 മണി അടുപ്പിച്ചാണ് ഞങ്ങൾ ബസ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഞാനറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു സ്വന്തമായി ഞാനറിഞ്ഞ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു പാടിങ്ങൾ കണ്ടുവച്ച പാരിജാതമല്ലേ നാടേന്റെ കൂടഞ്ഞ പഞ്ചവർണ്ണമല്ലേ സംഗീതമേ അങ്ങനെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ്. ചുരം കയറി കഴിഞ്ഞ് മേലെ എത്തിയ പാടെ തന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി. നേരത്തെ അവിടെ എല്ലാം ഏൽപ്പിച്ച് സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊറാട്ടയും മുട്ടക്കറിയും വെള്ളപ്പവും വാജിക്കറിയും പിന്നെ പുട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായി. രാജീവേട്ടെ പുട്ടും വേസ്റ്റുള്ള ബസ് ആയതുകൊണ്ടും ശബ്ദം ഒക്കെ വീക്കെൻഡ്സ് ആയതുകൊണ്ടും അതിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മെല്ലെ പുറത്തിറങ്ങി എൻ്റെ കെട്ടിയതിന് കിട്ടി ഡ്രൈവറെ ഇവിടെ ഇരിക്കാൻ തുടങ്ങി. പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. ആ പോക്ക് നേരെ ചെന്നെത്തിയത് കാരാപ്പുഴ ഡാമിൽ. അവിടുത്തെ പാർക്കിലായിരുന്നു. മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ച് ഒരിഷ്ടത്തിന് ഓടിക്കളിച്ച് സ്ലൈഡറിലും ഊഞ്ഞാലിലും പിന്നെ ഓരോരോ അവിടെയുള്ള എന്തൊക്കെയാണോ സംഭവങ്ങൾ വെച്ചാൽ അതിലൊക്കെ ഓടിപ്പാഞ്ഞ് നടക്കിയിരുന്നു എല്ലാം. അതിന്റെ കൂടെ ഒന്ന് ഫ്രീ കിട്ടിയാണ് കാരണം അങ്ങോട്ട് കയറിക്കുന്നതാണ്. കൃഷ്ണൻ വിത്ത് രാധാസ് നിങ്ങളൊക്കെ പത്തായോ അതിനാറ് പേടിയാണ് ചെത്തുന്ന
പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കാറ്റും പിടിച്ചൊക്കെ കൊണ്ട് ഞങ്ങളങ്ങനെ അവിടുന്ന് മെല്ലെ വണ്ടി കയറി. ഇനി നേരെ പോകുന്നത് റിസോർട്ടിലേക്ക്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.